ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് അടുപ്പൊന്നും കത്തിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ്. നല്ലൊരു സ്വീറ്റ് ബോൾസ് ആണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ള 2 റോബസ്റ്റ പഴമാണ്. അപ്പോൾ ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 3 പഴം വരെ നിങ്ങൾക്ക് എടുക്കാം. ഈ പഴം നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് അരക്കൊന്നും വേണ്ട കേട്ടോ. ഇതുപോലൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചാലും മതി കേട്ടോ. എങ്ങനെ ആയാലും കുഴപ്പമില്ല, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നല്ലപോലെ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കുക. ഉടച്ചതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നനവ് കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 ബിസ്ക്കറ്റും കൂടെ പൊടിച്ചിട്ട് എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ ബദാമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ അതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിനായിരിക്കും നമുക്ക് കിട്ടുക. വെള്ളമൊന്നും കൂടി പോകാണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിന് കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ അതുപോലെ ബോളുകളാക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉന്നക്കായൻ്റെ ഷേപ്പിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. പേടയുടെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഉരുട്ടിയതിന് ശേഷം നമ്മളിതിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇത് കടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു തേങ്ങ ഇല്ല, ഈ ഒരു തേങ്ങ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അണ്ടിപ്പരിപ്പോ ബദാമോ നന്നായിട്ട് പൊടിക്കാതെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലിതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഇനി ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരുപാട് വെക്കാനൊന്നും പറ്റൂല കേട്ടോ. ആ ഉണ്ടാക്കിയ സമയത്ത് തന്നെ നമ്മൾ കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബോൾസാണ് കേട്ടോ, സ്വീറ്റ് ബോൾസാണ്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബിസ്ക്കറ്റും പഴമൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.